നമസ്കാരം, KCN ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിദ്യാർത്ഥികളുടെ വ്യക്തിത്വ വികസനവും ചിന്താശേഷിയും ഉറപ്പുവരുത്താൻ ദിശ പദ്ധതി ഒരുങ്ങുന്നു. പദ്ധതി നടപ്പിലാക്കുന്നത് ജില്ലാ ഭരണകൂടവും ജില്ലാ ഗവേണൻസ് സൊസൈറ്റിയും ചേർന്നു. മൺകലങ്ങൾ തലയിലേറ്റി ക്ഷേത്രാങ്കണത്തിൽ നേർച്ച സമർപ്പണം. പാലക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ കലങ്കനിപ്പുത്സവത്തിന് ഭക്തിസാന്ദ്രമായ തുടക്കം. സത്യസായി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. നിർമ്മാണ പ്രവർത്തനത്തിന് മുന്നോടിയായി സ്ഥല സന്ദർശനങ്ങൾ പൂർത്തിയായി. മുത്തലാഖ് സംബന്ധമായ കോലാഹലങ്ങൾ അനാവശ്യമാണെന്ന് സമസ്ത ജംഇയ്യത്തുൽ ഉലമ ഹോസ്ദുർഗ് താലൂക്ക് സമ്മേളനം. ജനശ്രീ മിഷന്റെ പ്രവർത്തനത്തിൽ കൂടുതൽ സജീവത ഉറപ്പുവരുത്തുമെന്ന് MM ഹസൻ. ജനശ്രീ ജില്ലാ മിഷൻ 10ാം വാർഷികം ആഘോഷിച്ചു. വാർത്തകൾ വിശദമായി. ഭാവി തലമുറയെ കെട്ടുറപ്പുള്ളതാക്കുക എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുവാനുള്ള പുതിയ ആശയമായ ദിശയ്ക്ക് ജില്ലയിൽ തുടക്കമായി. ദിശയുടെ ജില്ലയിലെ ആദ്യ ലോഞ്ചിങ്ങും പ്രൊജക്ടിന്റെ ഉദ്ഘാടനവും റവന്യൂ മന്ത്രി E. ചന്ദ്രശേഖരൻ നിർവഹിച്ചു. കാസർഗോഡ് ഗവൺമെന്റ് HSSൽ നടന്ന പരിപാടിയിൽ P. കരുണാകരൻ MP മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഭാവി തലമുറ ഏത് രീതിയിൽ വളർന്നു വരണം, അതിനാവശ്യമായ ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്ന ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ജില്ലാ ഭരണകൂടം ദിശ എന്ന പുതിയ ആശയത്തിന് തുടക്കമിടുന്നത്. കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം റവന്യൂ മന്ത്രി E. ചന്ദ്രശേഖരൻ നിർവഹിച്ചു. പുതിയ തലമുറ വിവിധങ്ങളായ രംഗങ്ങളിൽ നമ്മുടെ സമൂഹത്തിൽ വളരെ മുന്നിലാണ്. എൻ്റെ തലമുറക്കൊക്കെ ചിന്തിക്കാൻ കഴിയുമായിരുന്നതിനും അപ്പുറത്ത് അന്ന് ചിന്തിക്കാൻ പോലും കഴിയാതിരുന്ന തലങ്ങളിലേക്ക് നമ്മുടെ പുതിയ തലമുറ ഉയർന്നു വരികയാണ്, വളർന്നു വരികയാണ്. ലോകം മാറുകയാണ്, കാലം മാറുകയാണ്. ലോകത്തിൻ്റെയും കാലത്തിൻ്റെയും മാറ്റത്തിനനുസൃതമായി നമ്മളും നമ്മുടെ സമൂഹവും മാറിയേ മതിയാവും. അതിൻ്റെ ഏറ്റവും വലിയ പ്രതിഫലനം ആദ്യമായി ഉണ്ടാകേണ്ടത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ്. വളരുന്ന തലമുറയിലാണ് നമ്മുടെ പ്രതീക്ഷയെല്ലാം. NA നെല്ലിക്കുന്ന് MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ P. കരുണാകരൻ MP മുഖ്യാതിഥിയായി പങ്കെടുത്തു. ജില്ലാ ഭരണകൂടവും ജില്ലാ ഗവേണൻസ് സൊസൈറ്റിയും ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങൾ, NGO, PTA സ്കൂൾ, ജാഗ്രതാ സമിതി മുതലായവരുടെ സഹകരണത്തോടെ ജില്ലയിലുടനീളം 1 വർഷം നീണ്ടുനിൽക്കുന്ന വിവിധ പരിപാടികളാണ് ഇതിന്റെ ഭാഗമായി നടത്തുന്നത്. പരിപാടിയിൽ AGC ബഷീർ, B. ഫാത്തിമ ഇബ്രാഹിം, ജയപ്രകാശ് K, EK സുരേഷ് കുമാർ, ഹക്കീം കുന്നിൽ, MC കമറുദ്ദീൻ, അബ്ബാസ് ബീഗം, K. വിനയ്, ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. സുസ്ഥിര വികസനം ദൗത്യമാക്കിയ ജനശ്രീ മിഷന്റെ പ്രവർത്തനം കൂടുതൽ സജീവമായി തുടരുമെന്ന് ജനശ്രീ സുസ്ഥിര വികസന കേന്ദ്ര കമ്മിറ്റി ചെയർമാൻ MM ഹസൻ. ജനശ്രീ ജില്ലാ മിഷന്റെ 10ാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനശ്രീ ദശവത്സരാഘോഷ ജന്മദിന പരിപാടി കേന്ദ്ര കമ്മിറ്റി ചെയർമാൻ MM ഹസൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ 2007 മാർച്ച് ഏപ്രിൽ മാസമാണ് കാസർഗോഡ് ഗസ്റ്റ് ഹൗസിൽ ചേർന്ന യോഗത്തിൽ നമ്മൾ ജനശ്രീയുടെ പ്രവർത്തനം ശക്തമാക്കാൻ തീരുമാനിച്ചു. 10 വർഷക്കാലം എന്ന് പറയുന്നത് ഒരു വലിയ കാലയളവല്ലെങ്കിലും ഒരു ചെറിയ കാലയളവല്ല. അത് ഒരു ജനശ്രീ പോലുള്ള ഒരു സർക്കാരിതര സംഘടന ആരുടെയും സഹായവും ആരുടെയും പിന്തുണയും ഇല്ലാതെ നമ്മൾ ആരംഭിച്ച ഈ പ്രസ്ഥാനം, കോൺഗ്രസുകാരായ നമ്മളൊക്കെയാണ് അതിന് നേതൃത്വം കൊടുത്തത്. ആ പ്രസ്ഥാനം 10 വർഷം പിന്നിടുകയാണ്. തീർച്ചയായിട്ടും ഈ 10 വർഷം പിന്നിടുന്നത് ഒരു ജനശ്രീയുടെ പ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്രപരമായ സംഭവമാണ്, ഒരു വഴിത്തിരിവാണ് നമ്മുടെ. കാസർഗോഡ് ബ്ലോക്ക് ചെയർമാൻ അച്ചേരി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ KPCC സെക്രട്ടറി K. നീലകണ്ഠൻ, ബാലകൃഷ്ണ വോർക്കഡ്ലു, M. കുഞ്ഞമ്പു നമ്പ്യാർ, കല്ലകെ ചന്ദ്രശേഖര റാവു, സൈമൺ തുടങ്ങിയവർ സംബന്ധിച്ചു. ഉത്തര മലബാറിലെ പ്രസിദ്ധമായ പാലക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ കലംകനിപ്പുത്സവത്തിന് തുടക്കമായി. ഫെബ്രുവരി 4 വരെ നീണ്ടു നിൽക്കുന്ന ചടങ്ങിൽ വിശ്വാസികൾ മൺകലങ്ങൾ തലയിലേറ്റി ക്ഷേത്രാങ്കണത്തിൽ നേർച്ച സമർപ്പിച്ചു. പാലക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലാണ് ഭക്തിയുടെ നിറവിൽ കലങ്കനിപ്പുത്സവത്തിന് തുടക്കമായത്. വർഷത്തിൽ 2 തവണയായാണ് കലങ്കനിപ്പുത്സവം നടക്കാറുള്ളത്. ഫെബ്രുവരി 3, 4 തീയതികളിലായി നടക്കുന്ന വലിയ കലങ്കനിപ്പുത്സവത്തിൽ സ്ത്രീ ഭക്തജനങ്ങൾ ഒന്നടങ്കം എത്തി.
പാലക്കുന്ന് കഴകത്തിലെ 30 പ്രാദേശിക സമിതികൾ ഘോഷയാത്രയോടെ പുത്തൻ മൺകലങ്ങൾ തലയിലേറ്റി ക്ഷേത്രത്തിലെത്തി. മൺകലങ്ങളിൽ എത്തിച്ച കുത്തിയെടുത്ത പച്ചേരി, ശർക്കര, നാളികേരം തുടങ്ങിയവയെല്ലാം ക്ഷേത്രാങ്കണത്തിൽ സമർപ്പിച്ചു. അപൂർവമായ ആചാരവൈവിധ്യം കൊണ്ട് ശ്രദ്ധേയമായ പാലക്കുന്ന് ക്ഷേത്രത്തിൽ കലംകനിപ്പുത്സവത്തിന് സാക്ഷിയാകാൻ നിരവധി ഭക്തജനങ്ങളാണ് എത്തിച്ചേർന്നത്. സമസ്ത ജംഇയ്യത്തുൽ ഉലമ ഹോസ്ദുർഗ് താലൂക്ക് സമ്മേളനം ചെറുവത്തൂരിൽ നടത്തി. മുത്തലാഖ് സംബന്ധമായ കോലാഹലങ്ങൾ അനാവശ്യമാണെന്ന് സമ്മേളനം. ഇസ്ലാമിന്റെ മഹിതമായ ആശയാദർശങ്ങളിൽ നിന്നും വ്യതിചലിക്കുകയും പൊതുസമൂഹത്തിൽ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കും വിധം ഭീകര തീവ്രചിന്തകൾ വളർത്തിയെടുക്കുകയും ചെയ്യുന്നവരാണ് നവീനവാദികളെന്ന് സമ്മേളനം വിലയിരുത്തി. സമസ്ത ജില്ലാ സെക്രട്ടറി മാണിക്കോത്ത് അബ്ദുൽ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. നേരത്തെ ഇബ്നു തൈമിയുടെ ആശയത്തിലേക്ക് സഞ്ചരിക്കുകയും പിന്നീട് സിയാറത്ത്, അതുപോലെ തബറുക്ക്, ഈ തലാഖിന്റെ വിഷയം, മറ്റു പല വിഷയങ്ങളിലും അദ്ദേഹത്തിന്റെ അപ്രസക്തി മനസ്സിലായതുകൊണ്ട് രാജിവെച്ച് അഹ്ലുസുന്നയെ പരിപോഷിപ്പിക്കുകയും ചെയ്ത ഹംബലി മദ്ഹബുകാരനായ ഹാഫിദ് ഇബ്നു റജബ് അൽ ഹംബലി റളിയല്ലാഹു അൻഹു അദ്ദേഹം തന്റെ മുശ്കിലുൽ അഹാദീസ് ഫി തലാഖി സലാസ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ഹദീസിന് KP അബ്ദുൽ റഹ്മാൻ സഖാഫി അധ്യക്ഷത വഹിച്ചു. ഭീകര തീവ്രചിന്തകൾ വളർത്തിയെടുക്കുന്ന നവീനവാദികൾക്കെതിരെ പ്രതിരോധം തീർത്ത് സമൂഹത്തെ നേർവഴിയിലേക്ക് നയിക്കാൻ പണ്ഡിത സമൂഹം കർമ്മരംഗത്തിറങ്ങണമെന്ന് സമ്മേളനം ആഹ്വാനം ചെയ്തു. മുത്തലാഖ് സംബന്ധമായ കോലാഹലങ്ങൾ അനാവശ്യമാണെന്നും വിവാഹബന്ധത്തിൽ വിള്ളലുകൾ സംഭവിക്കുകയും ഒരുമിച്ചുള്ള ജീവിതം ദുസ്സഹമാവുകയും ചെയ്യുന്ന അനിവാര്യ ഘട്ടങ്ങളിൽ മാത്രം ഉപയോഗിക്കുന്ന ത്വലാഖ് വിവാദമാക്കുന്നതിന് പിന്നിലെ ഒളി അജണ്ടകൾ സമൂഹം തിരിച്ചറിയണമെന്നും സമ്മേളനം ആഹ്വാനം ചെയ്തു. കേന്ദ്ര മുഷാവറ അംഗം തൃക്കരിപ്പൂർ മുഹമ്മദ് അലി സഖാവി, സയ്യിദ് തൊയ്യിബുൽ മുഖാരി, മുസ്തഫ ഫൈസി, യൂസഫ് മദനി, അബ്ദുള്ള ഭഗാവി, CM കുട്ടിമൗലവി, അബ്ദുൽ റഹ്മാൻ മദനി, ജബ്ബാർ മിസ്ബാഹി, അഷ്റഫ് സുഹരി, അഹമ്മദ് മുസ്ലിയാർ കുണിയ തുടങ്ങിയവർ സംസാരിച്ചു. അബ്ദുൽ ജലീൽ സഖാഫി സ്വാഗതവും ഹംസ മിസ്ഹാബ നന്ദിയും പറഞ്ഞു. സത്യസായി ഓർഫനേജ് ട്രസ്റ്റ് നിർമ്മിക്കുന്ന ക്യാഷ് കൗണ്ടർ ഇല്ലാത്ത സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. നിർമ്മാണ പ്രവർത്തനത്തിന് മുന്നോടിയായി ടാറ്റ കൺസൾട്ടൻസി പ്രതിനിധികൾ സ്ഥലം സന്ദർശിച്ചു. പുല്ലൂർപിരിയിലെ കാഞ്ഞിരടുക്കത്ത് സത്യസായി ഓർഫനേജ് ട്രസ്റ്റ് നിർമ്മിക്കുന്ന ക്യാഷ് കൗണ്ടർ ഇല്ലാത്ത സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങി. നിർമ്മാണ പ്രവർത്തനത്തിന് മുന്നോടിയായി ടാറ്റ കൺസൾട്ടൻസി പ്രതിനിധികൾ സ്ഥലം സന്ദർശിച്ചു. സർക്കാർ അനുവദിച്ച 5 ഏക്കർ ഭൂമിയിലാണ് ഹോസ്പിറ്റൽ പണിയുന്നത്. 2 ലക്ഷം സ്ക്വയർ ഫീറ്റിലാണ് ആശുപത്രി നിർമ്മിക്കുന്നത്. പരിസ്ഥിതി സൗഹൃദ ആശുപത്രി നിർമ്മിക്കാനാണ് തീരുമാനം. ഇവിടെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയാണ് ഒരുങ്ങുന്നത്. And with that, I found the site is pretty great. I'll not unnecessarily have to cut any trees because there are no trees. We can do plantation later on. And thankfully, there are not much surroundings. So we'll not be disturbing any surrounding areas. We'll not be disturbing any trees or local flora or fauna. So site is great. And I think catchment area will also be very good for the local villagers and local people around. Because while coming from the city, I didn't find any major medical facility around. So this location is strategically very good for the hospital area. ഹൃദയം, വൃക്ക, അസ്ഥി സംബന്ധമായ രോഗങ്ങൾക്ക് അത്യാധുനിക രീതിയിലുള്ള സൗകര്യങ്ങൾ ഒരുക്കും. ആദ്യഘട്ടമായി ഭൂമിയുടെ കിടപ്പും ജലത്തിന്റെ ഘടനയും പരിശോധിക്കും. 2ാം ഘട്ടം മാർച്ചിലും 3ാം ഘട്ടമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏപ്രിലിലും ആരംഭിക്കുമെന്ന് ടാറ്റ കൺസൾട്ടൻസി ആർക്കിടെക്ട് മേധാവി സംഗീത അഗർവാൾ, ഡെപ്യൂട്ടി എഞ്ചിനീയർ പതൻസ് പനി എന്നിവർ അറിയിച്ചു. സത്യസായി ഓർഫനേജ് ട്രസ്റ്റ് സ്റ്റേറ്റ് കോർഡിനേറ്റർ അഡ്വക്കേറ്റ് K. മധുസൂദനൻ കൂടെയുണ്ടായിരുന്നു.
മംഗൽപാടി കൃഷ്ണനഗറിലെ ശ്രീകൃഷ്ണ ഭജന സംഘത്തിന്റെ 41ാം വാർഷികത്തിന്റെ ഭാഗമായി ഫെബ്രുവരി 8 മുതൽ 11 വരെ വിഷ്ണു സഹസ്രനാമയാഗവും ഭജനോത്സവവും സംഘടിപ്പിക്കും. ഹരിനാരായണ മയ്യയുടെ കാർമ്മികത്വത്തിലായിരിക്കും ചടങ്ങുകൾ നടക്കുന്നതെന്ന് മഞ്ചേശ്വരത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മംഗൽപാടി കൃഷ്ണനഗറിലെ ശ്രീകൃഷ്ണ ഭജന സംഘത്തിന്റെ 41ാം വാർഷികത്തിന്റെ ഭാഗമായി ശ്രീ വിഷ്ണു സഹസ്രനാമയാഗവും ഭജനോത്സവവും സംഘടിപ്പിക്കും. ഫെബ്രുവരി 8 മുതൽ 11 വരെ നടക്കുന്ന പരിപാടിയുടെ പൂജാ ചടങ്ങുകൾ ഹരിനാരായണ മയ്യയുടെ കാർമ്മികത്വത്തിൽ നടക്കും. പരിപാടിയുടെ ഭാഗമായി പ്രഭാഷണവും കലാപരിപാടികളും സംഘടിപ്പിക്കുമെന്ന് മഞ്ചേശ്വരത്ത് ചേർന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ಸ್ವಾತಂತ್ರ್ಯ ಕೆಲವು ಹಿರಿಯರು ಆ ಊರಿನ ಹಿರಿಯರು ಸೇರಿಕೊಂಡು ಮಾಡಿದಂಥ ಒಂದು ಸಂಘ ಇದರ ಔಪಚಾರಿಕವಾಗಿ ಉದ್ಘಾಟನೆಗಳು ಪ್ರಾರಂಭಿಸಿದ 41ನೇ ವರ್ಷದ ಸವಿ ನೆನಪಿಗಾಗಿ ಮತ್ತು ಲೋಕ ಕಲ್ಯಾಣಾರ್ಥವಾಗಿ ಈ ವಿಷ್ಣು ಸಹಸ್ರನಾಮ ಯಾಗವನ್ನು ಇದೇ ಬರುವ ಫೆಬ್ರವರಿ ತಿಂಗಳ 8ನೇ ತಾರೀಕಿನಂದು ನಡೆಸಲು ನಿಶ್ಚಯಿಸಲಾಗಿದೆ. ಕಾರ್ಯಕ್ರಮಗಳು ಬೆಳಿಗ್ಗೆ 6:30ಕ್ಕೆ ಸಾಮೂಹಿಕ ಪ್ರಾರ್ಥನೆ, ಗಣಹೋಮ, ಭಾಗ್ಯ ಸೂಕ್ತ ಜಪ ಮತ್ತು ಐಕ್ಯಮತ್ಯ ಸೂಕ್ತ ಜಪ. ಬೆಳಿಗ್ಗೆ 8:30ಕ್ಕೆ ಶ್ರೀ ವಿಷ್ಣು ಸಹಸ್ರನಾಮ ಯಾಗ ಪ್ರಾರಂಭ. ಬೆಳಿಗ್ಗೆ 11 ಗಂಟೆಗೆ ಸಾಮೂಹಿಕ ಶ್ರೀ ವಿಷ್ಣು ಸಹಸ್ರನಾಮ ಪಾರಾಯಣ. ಮಧ್ಯಾಹ್ನ 12 ಗಂಟೆಗೆ ಯಾಗ ಪೂರ್ಣಾಹುತಿ, ಪ್ರಸಾದ ವಿತರಣೆ ಮತ್ತು ಅನ್ನ ಸಂತರ್ಪಣೆ. ಅದೇ ದಿವಸ ಸಂಜೆ 5 ಗಂಟೆಗೆ ಶ್ರೀಕೃಷ್ಣ ಮಹಿಳಾ ಸಂಘ ಕೃಷ್ಣನಗರ ಇವರ ದಶಮಾನೋತ್ಸವದ ಅಂಗವಾಗಿ ಸತ್ಯನಾರಾಯಣ ಪೂಜೆಯನ್ನು ಕೂಡ ಮಾಡಲಿದ್ದೇವೆ. ಅದೇ ರೀತಿ ರಾತ್ರಿ 7:30ಕ್ಕೆ ಧಾರ್ಮಿಕ ಸಭೆಯು ಕೂಡ ಜರುಗಲಿದೆ. ರಾತ್ರಿ 9:30ಕ್ಕೆ ಸಾಂಸ್ಕೃತಿಕ ಕಾರ್ಯಕ್ರಮಗಳ ಅಂಗವಾಗಿ ಶ್ರೀ ವಿಠಲ ನಾಯಕ್ ಕಲ್ಲರ್ಕ ಇವರಿಂದ ಗೀತ ಸಾಹಿತ್ಯ ಸಂಭ್ರಮ ಎಂಬ ಕಾರ್ಯಕ್ರಮವು ನಡೆದಿದ್ದು. വാർത്താ സമ്മേളനത്തിൽ എം രാമ, ഭാസ്കർ കൊണ്ടയൂർ, ഹരിനാരായണ കുമ്പള, ഭജന സമിതി പ്രസിഡന്റ് എം മാധവ, രവീന്ദ്രകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. അബൂബക്കർ ഒലിയാർ കോയമാത്തങ്ങൾ അൽബുഖാരിയുടെ 56ാം ആണ്ട് നേർച്ചയും 5 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഉറൂസ് മുബറാക്കും ഫെബ്രുവരി 5 മുതൽ 12 വരെ നടക്കും. പാണക്കാട് സയ്യിദ് സാദിഖ് അലി തങ്ങൾ പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്ന് മഞ്ചേശ്വരത്ത് ചേർന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അബൂബക്കർ ഓലിയാർ കോയമത്തങ്ങൾ അൽബുഖാരിയുടെ 56ാമത് ആണ്ട് നേർച്ചയും 5 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഉറൂസ് മുബാറക്കും ഫെബ്രുവരി 5 മുതൽ 12 വരെ നടക്കും. ഫെബ്രുവരി 5-ന് അസയ്യിദ് കോയക്കുട്ടി തങ്ങൾ പതാക ഉയർത്തുന്നതോടുകൂടി പരിപാടിക്ക് തുടക്കമാകും. പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി തങ്ങൾ പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്ന് മഞ്ചേശ്വരത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. ഉപ്പള മക്കാം ഉറൂസ് 2017 ഫെബ്രുവരി 5 മുതൽ 12 വരെ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 46ാം കണ്ണിയായ അസയ്യിദ് അബൂബക്കർ വലിയ കോയമത്തങ്ങൾ അൽ-ബുഖാരി അവരുടെ 54ാം ആണ്ട് നേർച്ചയും ഉപ്പലയുടെ ഹൃദയഭാഗത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് ഖദീജ ബീബി അവരുടെ പേരിൽ 5 വർഷത്തിൽ നടക്കുന്ന ഉറൂസ് മുബാറക്കും 2017 ഫെബ്രുവരി 5 മുതൽ 12 വരെ വിവിധ പരിപാടികളോടെ ഉപ്പല ടൗണിൽ പ്രത്യേകം സജ്ജമാക്കിയ അൽ-ബുഖാരി നഗറിൽ നടക്കും. ഫെബ്രുവരി 5-ന് രാവിലെ 10 മണിക്ക് അസയ്യിദ് KS ആറ്റക്കോയ തങ്ങൾ കുമ്പോലിൻ്റെ പ്രാർത്ഥനയോടെ ചെയർമാൻ അസയ്യിദ് കോയക്കുട്ടി തങ്ങൾ അൽ-ബുഖാരി പതാക ഉയർത്തുന്നതോടെ പരിപാടിക്ക് തുടക്കം കുറിക്കും. രാത്രി 7 മണിക്ക് പള്ളിക്കര കാസി അൽഹാജ് അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ പ്രാർത്ഥനയോടെ പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ മതപ്രഭാഷണ വേദി ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് മൻസൂർ അലി ദാരിമി കാപ്പ് മുഖ്യപ്രഭാഷണം നടത്തും. മഞ്ചേശ്വരം MLA അബ്ദുൾ റസാഖ് മുഖ്യാതിഥിയായിരിക്കും. തുടർന്ന് നടക്കുന്ന മതപ്രഭാഷണ വേദിയിൽ സയ്യിദ് നജ്മുദ്ദീൻ പൂക്കോയ തങ്ങൾ ഹൈദ്രോസി യമാനി, ബഹു നിസാമുദ്ദീൻ അസരി കുമ്മനം, അസയ്യിദ് അത്താവുള്ള തങ്ങൾ വിദ്യാവർ, ഷാക്കിർ ബാക്കവി മമ്പാട്, സയ്യിദ് സൈനുലാബിയൻ തങ്ങൾ കുന്നങ്കൈ, അബൂബക്കർ സിദ്ദീഖ് അസ്ഹരി, കാസർഗോഡ് കാസി പ്രൊഫസർ അലിക്കുട്ടി മുസ്ലിയാർ, കലീൽ ഉദവി, മുനീർ അഹ്ദൽ തുടങ്ങിയവർ സംബന്ധിക്കും. പരിപാടിയിൽ മൻസൂർ അലി ദാരിമി മുഖ്യപ്രഭാഷണം നടത്തും. PB അബ്ദുൾ റസാഖ് MLA മുഖ്യ അതിഥിയായി പങ്കെടുക്കും. ഫെബ്രുവരി 12-ന് നടക്കുന്ന സമാപന ചടങ്ങ് ആലിക്കുഞ്ഞി മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. കർണാടക സിവിൽ സപ്ലൈസ് മന്ത്രി UT ഖാദർ മുഖ്യാതിഥിയായി പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ നസീർ അൽ-ബുഖാരി ഉപ്പള, TA മൂസ, MP സാഫി സാദി ഷിറിയ, റഫീഖ് സഖാഫി തുടങ്ങിയവർ സംബന്ധിച്ചു. പൂച്ചക്കാട് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവം ഫെബ്രുവരി 4 മുതൽ 8 വരെ തീയതികളിലായി നടക്കും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. പൂച്ചക്കാട് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവം ഫെബ്രുവരി 4 മുതൽ 8 വരെ തീയതികളിലായാണ് നടക്കുന്നത്. KU ദാമോദര തന്ത്രികളുടെ കാർമ്മികത്വത്തിലാണ് മഹോത്സവ ചടങ്ങുകൾ നടക്കുന്നത്.
ഫെബ്രുവരി 4 പ്രതിഷ്ഠാദിന മഹോത്സവം നടക്കും. വൈകിട്ട് 5 മണിക്ക് പെരിഗമന ശ്രീധരൻ നമ്പൂതിരിയുടെ ആധ്യാത്മിക പ്രഭാഷണം നടക്കും. ഉച്ചക്കാട് മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ ആറാട്ട് മഹോത്സവം ഫെബ്രുവരി 4 മുതൽ 8 വരെ തീയതികളിൽ വിവിധ താന്ത്രിക സാംസ്കാരിക കലാപരിപാടികളോടുകൂടി നടക്കുന്നതാണ്. ഫെബ്രുവരി 4-ാം തീയതി ശനിയാഴ്ച പ്രതിഷ്ഠാദിന മഹോത്സവം രാവിലെ 9-നും 10-നും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ ബ്രഹ്മശ്രീ KU ദാമോദര തന്ത്രികളുടെ മഹനീയ കാർമ്മികത്വത്തിൽ ഉത്സവത്തിൻ്റെ കൊടിയേറ്റം. വൈകുന്നേരം 5 മണിക്ക് ബ്രഹ്മശ്രീ പെരിഗമന ശ്രീധരൻ നമ്പൂതിരി അവരുടെ ആധ്യാത്മിക പ്രഭാഷണം. 6 മണിക്ക് ഭജന. രാത്രി 8 മണിക്ക് ക്ഷേത്ര മാതൃസമിതിയുടെ ആഭിമുഖ്യത്തിൽ ക്ഷേത്രപരിധിയിലുള്ള കുട്ടികളുടെ അവതരിപ്പിക്കുന്ന വിവിധ നൃത്തസന്ധ്യ. 8 മണിക്ക് ക്ഷേത്ര മാതൃസമിതിയുടെ ആഭിമുഖ്യത്തിൽ ക്ഷേത്രപരിധിയിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന നൃത്തസന്ധ്യ അരങ്ങേറും. ഫെബ്രുവരി 5-ന് വിവിധ പൂജകൾ നടക്കും. രാത്രി 8-ന് കോവൈ ഗോപാലകൃഷ്ണസ്വാമി അവതരിപ്പിക്കുന്ന ദശാവതാര നൃത്തം അരങ്ങേറും. ഫെബ്രുവരി 6-ന് എടനീർ മഠാധിപതി ശ്രീ ശ്രീ കേശവാനന്ദ ഭാരതി സ്വാമികൾക്കുള്ള വരവേൽപ്പ് നടക്കും. ഫെബ്രുവരി 7-ന് ഭജനയും ഫെബ്രുവരി 8-ന് ആറാട്ടും നടക്കും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താസമ്മേളനത്തിൽ ഡോക്ടർ M. ബൽറാം നമ്പ്യാർ, CH രാഘവൻ, P. രാജൻ, K. രവിവർമ്മൻ, M. കൃഷ്ണൻ, P. കുഞ്ഞിരാമൻ തുടങ്ങിയവർ പങ്കെടുത്തു. കുട്ടമത്തെ മലബാർ V. രാമൻ നായർ സ്മാരക ഗ്രന്ഥാലയം ഇനി അക്കാദമിക് സ്റ്റഡി സെന്റർ, ഗ്രന്ഥാലയം വിജ്ഞാന കേന്ദ്രമായും പ്രവർത്തിക്കും. ഇവ രണ്ടും അനുവദിച്ചത് സംസ്ഥാന ലൈബ്രറി കൗൺസിൽ. ഹയർ സെക്കൻഡറിയിലെയും കോളേജുകളിലെയും വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും കുട്ടമത്ത് മലബാർ V. രാമൻ നായർ സ്മാരക ഗ്രന്ഥാലയത്തിലെ അക്കാദമിക് സ്റ്റഡി സെന്ററിൽ നിന്നും സേവനം ലഭിക്കും. പഞ്ചായത്തിൻ്റെയും സർക്കാർ ഏജൻസികളുടെയും വിവിധ സേവനങ്ങൾ ഈ വിജ്ഞാന സേവന കേന്ദ്രം വഴി നൽകും. അക്കാദമിക് സെന്ററിന്റെ ഉദ്ഘാടനം M. രാജഗോപാലൻ MLA നിർവഹിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതോടുകൂടി ഈ ഇത്തരം സംഘടനാ സംവിധാനങ്ങളെല്ലാം സാംസ്കാരിക രംഗത്തെല്ലാം ഇടപെടാൻ കഴിയുന്ന പ്രസ്ഥാനങ്ങളെയും സംഘടനാ സംവിധാനങ്ങളെയും എല്ലാം ഫലപ്രദവും കാര്യക്ഷമമാക്കുക എന്നുള്ള ശക്തമായ ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അതാണ് പ്രഭാകരൻ മാഷോട് ചോദിച്ചത്. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് 3 കോടി റുപ്യയുടെ പ്രൊജക്റ്റാണ്. ബാക്കി കാര്യങ്ങൾ മാഷന്റെ പറഞ്ഞിരിക്കുന്നത്. പുതിയ ബജറ്റാണെങ്കിൽ 76 കോടി 25 ലക്ഷം പുതിയ ബജറ്റ്. നാളിതുവരെ ഇല്ലാത്ത വിധമാണ്. അഭൂതപൂർവമായിട്ട് ഇടപെടലാണ്. കാരണം വായനയോട് ജനങ്ങൾ അടുപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. കേരളം സാക്ഷര സമ്പന്നമാണ്, സാംസ്കാരിക പ്രബുദ്ധമാണ്. പക്ഷേ ധാർമ്മിക മൂല്യങ്ങൾക്ക് മൂല്യച്യുതി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സാംസ്കാരിക അധഃപതനത്തിലേക്ക് സമൂഹം മുതൽക്കൂപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. യുവതലമുറ അവരുടെ കർമ്മശേഷിയും അവരുടെ അറിവും അവരുടെ വിജ്ഞാനവും എല്ലാം സാമൂഹ്യ നന്മക്കും ജനനന്മക്കുമെല്ലാം പ്രയോജനപ്പെടുത്തുന്നതിന് പകരം വളരെ അപകടകരമായ അരാജകത്വ പ്രവണതകളിലേക്ക് വലിച്ചെടുക്കപ്പെടുകയാണ്. MA മലയാളം 1ാം റാങ്കുകാരി ജസ്നയെയും അമ്മ മലയാളം ക്യൂസ് മത്സരത്തിലെയും പ്രശ്നോത്തരിയുടെയും വിജയികളെയും ചടങ്ങിൽ അനുമോദിച്ചു. M. രാജഗോപാലൻ MLA ഉപഹാരങ്ങൾ സമ്മാനിച്ചു. ചെറുവത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ അധ്യക്ഷനായിരുന്നു. ഈ വിജ്ഞാന കേന്ദ്രം ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ P. പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. എന്നാൽ 16-ാം നൂറ്റാണ്ടാകുമ്പോഴേക്കും ലോകത്ത് നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് ജർമ്മൻകാരനായ ജോൺ ഗുട്ടൻബർഗ് അദ്ദേഹം അച്ചടി യന്ത്രം കണ്ടുപിടിച്ചതോട് കൂടിയിട്ട് അറിവിൻ്റെ വിതരണം വ്യാപകമാക്കി മാറ്റുകയാണ്. പഞ്ചായത്ത് അംഗങ്ങളായ K. സത്യഭാമ, P. വിജയൻ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി V. ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. T. സതീഷ് ബാബു സ്വാഗതം പറഞ്ഞു. കുട്ടമത്ത് മലബാർ V. രാമൻ നായർ സ്മാരക ഗ്രന്ഥാലയത്തെ സംസ്ഥാന ലൈബ്രറി കൗൺസിലാണ് അക്കാദമി സ്റ്റഡി സെന്ററായും ഈ വിജ്ഞാന കേന്ദ്രമായും തിരഞ്ഞെടുത്തത്. പടന്ന ഹയർ സെക്കൻഡറി സ്കൂളിൽ അനുമോദന യോഗം സംഘടിപ്പിച്ചു. മികച്ച NSS പ്രോഗ്രാം ഓഫീസർക്കുള്ള ജില്ലാ സംസ്ഥാന അവാർഡ് നേടിയ അധ്യാപകൻ P. സുനിൽകുമാറിനെ അനുമോദിച്ചു. മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച നാഷണൽ സർവീസ് യൂണിറ്റിനുള്ള സംസ്ഥാന അവാർഡ് കൂടി പടന്നയിലെ VP ഖാലിദ് ഹാജി മെമ്മോറിയൽ MRV ഹയർ സെക്കൻഡറി സ്കൂളിന് ലഭിച്ച സാഹചര്യത്തിലാണ് സ്കൂളിൽ അനുമോദന യോഗം സംഘടിപ്പിച്ചത്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അസിസ്റ്റന്റ് ഡയറക്ടർ M. ഉബൈദുള്ള അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ ഈ വർഷം മാർച്ച് പരീക്ഷ എഴുതാൻ പോകുന്ന SSLC ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുണ്ട്. എന്ത് ചെയ്യണം? നിങ്ങൾ ഈ സ്ഥാപനത്തിന്റെ അഭിമാനമാകണം. ആര്? നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരും, SSLCയിലെ ഓരോ വിദ്യാർത്ഥിയും, അതുപോലെ തന്നെ ഹയർ സെക്കൻഡറിയിലെ ഓരോ വിദ്യാർത്ഥിയും, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഓരോ വിദ്യാർത്ഥിയും ഈ സ്ഥാപനത്തിന്
100% വിജയം വാങ്ങിക്കൊടുക്കാൻ നിങ്ങളെല്ലാവരും ഓരോരുത്തരും പങ്കുവഹിക്കണം. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ പ്രതിജ്ഞ ചെയ്യേണ്ടത് ഈ സ്ഥാപനത്തിന് 100% വിജയം നൽകാൻ ഞാൻ എൻ്റെ പങ്ക് നിർവഹിക്കും എന്നുള്ളൊരു പ്രതിജ്ഞ നിങ്ങളോട് തന്നെ ചെയ്യണം. സ്കൂൾ PTA പ്രസിഡന്റ് VK മഖ്സൂദ് അലി അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രധാനാധ്യാപകൻ K രാജൻ അനുമോദന പ്രസംഗം നടത്തി. 2015-2016 വർഷത്തെ മികച്ച NSS പ്രോഗ്രാം ഓഫീസർക്കുള്ള ജില്ലാ സംസ്ഥാന അവാർഡുകൾ നേടിയ സ്കൂളിലെ അധ്യാപകൻ P സുനിൽകുമാർ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലും പ്രവൃത്തിപരിചയ ഗണിതശാസ്ത്ര മേളയിലും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. ഹയർ സെക്കൻഡറി വിഭാഗം 2ാം വർഷ സയൻസ് വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ട്രൂത്ത് ഓഫ് മിറാക്കിൾ എന്ന ശാസ്ത്ര പുസ്തകത്തിന്റെ പ്രകാശനവും നടത്തി. സ്കൂൾ മാനേജർ TMC കുഞ്ഞബ്ദുള്ള, PTA വൈസ് പ്രസിഡന്റ് C സുധാകരൻ, മദർ PTA വൈസ് പ്രസിഡന്റ് UP സഫിയ, അധ്യാപകരായ V സഞ്ജയ്, PP രാജൻ, പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി PV അബ്ദുൽ ഹാജി, സ്റ്റാഫ് സെക്രട്ടറിമാരായ AM റഫീഖ്, സുധീഷ് എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പാൾ KP അബ്ദുള്ള സ്വാഗതവും E സരസ്വതി നന്ദിയും പറഞ്ഞു. DYFI അജാനൂർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഗ്രാമോത്സവത്തിന് ഫെബ്രുവരി 5-ന് സമാപനമാകും. സമാപന പരിപാടി പ്രശസ്ത സിനിമാ താരം ഇന്ദ്രൻസ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. DYFI അജാനൂർ സെക്കൻഡ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഗ്രാമോത്സവത്തിന് ഫെബ്രുവരി 5-ന് സമാപനമാവും. അടൂട്ട് ജോളി നഗറിൽ നടക്കുന്ന സമാപന പരിപാടി പ്രശസ്ത സിനിമാ താരം ഇന്ദ്രൻസ് ഉദ്ഘാടനം ചെയ്യും. ആയിരക്കണക്കിന് വരുന്ന കലാപ്രതിഭകളും കായിക താരങ്ങളുമെല്ലാം ഈ പരിപാടിയിൽ ഉടനീളം പങ്കെടുത്ത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള നിലയിൽ അജാനൂരിൻ്റെ ഒരു സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളും പരിപാടികളുമാണ് ഈ ഒരു കാലയളവിലാകെ നടത്തിയത്. പ്രത്യേകിച്ച് DYFI എന്ന് പറഞ്ഞ യുവജന പ്രസ്ഥാനം ഇതര യുവജന പ്രസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തരത്തിലുള്ള സാംസ്കാരിക കൂട്ടായ്മകൾ വളരെ വ്യാപകമായി അവരുടെ സംഘടനാ തീരുമാനത്തിന്റെ ഭാഗമായി തന്നെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് DYFIയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു പ്രവർത്തനം സംഘടിപ്പിച്ചത്. DYFI മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് TI മധുസൂദനൻ മുഖ്യപ്രഭാഷണം നടത്തും. സംഘാടക സമിതി ചെയർമാൻ AV സഞ്ജയൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ സംഘാടക സമിതി കൺവീനർ V ഗിനീഷ് സ്വാഗതം പറയും. CPM ജില്ലാ കമ്മിറ്റി അംഗം M പൊക്ലൻ വിവിധ മത്സരങ്ങളിൽ വിജയിച്ചവർക്കുള്ള സമ്മാനദാനം നിർവഹിക്കും. അടൂട്ട് ജോളി നഗറിൽ വെച്ച് നടക്കുന്ന കലാമത്സരങ്ങളോടുകൂടി ഗ്രാമോത്സവത്തിന് സമാപനമാവും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ AV സഞ്ജയൻ, മനോജ് കാരക്കുഴി, V ഗിനീഷ്, AK പ്രദീപ് കുമാർ, KM സുധാകരൻ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിദ്യാർത്ഥികളുടെ വ്യക്തിത്വ വികസനവും ചിന്താശേഷിയും ഉറപ്പുവരുത്താൻ ദിശ പദ്ധതി ഒരുങ്ങുന്നു. പദ്ധതി നടപ്പിലാക്കുന്നത് ജില്ലാ ഭരണകൂടവും ജില്ലാ ഗവേണൻസ് സൊസൈറ്റിയും ചേർന്നു. മൺകലങ്ങൾ തലയിലേറ്റി ക്ഷേത്രാങ്കണത്തിൽ നേർച്ച സമർപ്പണം. പാലക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ കലംകരിപ്പുത്സവത്തിന് ഭക്തിസാന്ദ്രമായ തുടക്കം. സത്യസായി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. നിർമ്മാണ പ്രവർത്തനത്തിന് മുന്നോടിയായി സ്ഥല സന്ദർശനങ്ങൾ പൂർത്തിയായി. മുത്തലാഖ് സംബന്ധമായ കോലാഹലങ്ങൾ അനാവശ്യമാണെന്ന് സമസ്ത ജംഇയ്യത്തുൽ ഉലമ ഹോസ്ദുർഗ് താലൂക്ക് സമ്മേളനം. ജനശ്രീ മിഷന്റെ പ്രവർത്തനത്തിൽ കൂടുതൽ സജീവത ഉറപ്പുവരുത്തുമെന്ന് MM ഹസൻ. ജനശ്രീ ജില്ലാ മിഷൻ 10ാം വാർഷികം ആഘോഷിച്ചു. വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.